ഹലോ, ഇന്നത്തെ വീഡിയോ നോർമൽ ഗൗൺ എങ്ങനെയാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നീളത്തിൻ്റെ കൂടെ 1 ഇഞ്ച് 1.5 ഇഞ്ച് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യണം. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴെ മടക്കി തേക്കാനും ആയിട്ടാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കട്ട് ചെയ്യാനായി നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വീതിയിൽ നിന്നും വീതിയിലോട്ട് മടക്കി 2 എണ്ണം അങ്ങനെ മടക്കിയിടണം. അതിനുശേഷം മടക്ക് ഭാഗം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് വരിക കേട്ടോ. ഓപ്പോസിറ്റ് ഓപ്പൺ സൈഡും വരും. ഓക്കെ, ഇനി നമുക്ക് വരച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് മടക്കിയിട്ടു. ആദ്യം വരച്ചു കൊടുക്കുന്നത് കഴുത്താണ് കേട്ടോ. കഴുത്തിൻ്റെ വീതിയാണ്, വീതിയുടെ പകുതി. ഓക്കെ, കറക്റ്റായിട്ട് വരച്ചു കൊടുത്തു. ഫ്രണ്ടും ബാക്കും കഴുത്തിൻ്റെ വീതി സെയിം ആണ് കേട്ടോ. ലെങ്ത്തിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ലെങ്ത്തും നമ്മൾ ഇവിടെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. കറക്റ്റായിട്ട് അളന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ക്വയറായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ബാക്ക് കഴുത്തും നമ്മൾ ഇവിടെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി 1/2 ഇഞ്ച് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറവിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ക്യാൻവാസിലാണെങ്കിൽ നമ്മൾ ക്ലോത്തുമ വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാൻവാസുമിലാണ് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ നിന്നാണ് 1/4 ഷോൾഡർ പ്ലസ് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. താഴോട്ട് ആം ഹോള് കൈക്കുഴി അടയാളപ്പെടുത്തണം. ഇനി ചെസ്റ്റാണ്. ചെസ്റ്റ് ബ്രസ്റ്റ് റൗണ്ട് പ്ലസ് 2 ഇഞ്ചാണ് വരിക. അതായത് നമ്മൾ എങ്ങനെയാണോ അളവെടുത്ത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. ശരീരത്തിൽ നിന്ന് അളവെടുത്തെങ്കിൽ 4 ഭാഗം പ്ലസ് 2 ഇഞ്ച്, ക്ലോത്തുമെന്നും ഡ്രസ്സുമെന്നൊക്കെ ആണെങ്കിൽ നേർപകുതി പ്ലസ് 2 ഇഞ്ച് അത്ര മതി. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 ഭാഗമാണ് എടുക്കുക. ആം ഹോള് 1 ഇഞ്ച് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. കുഴിഞ്ഞ ഷേപ്പ് 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം എപ്പോഴും ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് 1/2 ഇഞ്ച് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല, വലിയവർക്ക് മാത്രം ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഷേപ്പിൻ്റെ ലെങ്ത്ത് പ്ലസ് 1/2 ഇഞ്ച്, വേസ്റ്റിൻ്റെ ലെങ്ത്ത് പ്ലസ് 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഓപ്പൺ സൈഡും ഇങ്ങനെ അടയാളപ്പെടുത്തണം കേട്ടോ, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ വരച്ചതിന് ശേഷം വിടുത്തും അടയാളപ്പെടുത്താം. വിടുത്ത് എത്രയാണോ അതിൻ്റെ പകുതി പ്ലസ് 1.5 ഇഞ്ച് ഷേപ്പിലും 1 ഇഞ്ച് വേസ്റ്റിലും അടയാളപ്പെടുത്താം. താഴെ ബോട്ടം വിടുത്തിലും 1 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, നമുക്കിങ്ങനെ ഷേപ്പ് വരയ്ക്കുകയാണ്. കറക്റ്റായിട്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ. തയ്യൽ തുമ്പ് നമുക്ക് ക്ലോത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ചില ക്ലോത്ത് കുറവാണെങ്കിൽ 1 ഇഞ്ചെല്ലാം മതിയാവും. ഒരുപാട് ക്ലോത്ത് ഉണ്ടെങ്കിൽ 1.5 2 ഇടാം കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് വണ്ണം വെക്കുകയാണെങ്കിൽ കറക്റ്റാക്കി എടുക്കാനാണ് നമ്മൾ തയ്യൽ തുമ്പ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. ഒരുപാട് ഇട്ടാൽ ഭംഗി ഉണ്ടാവില്ല. 2 ഇഞ്ച് വരെ ആവാം കേട്ടോ. ഇനി ഇവിടെ 1 ഇഞ്ച് ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമില്ല. 1/2 ഇഞ്ച് 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്ത് നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വരച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ കട്ടിങ് പ്രശ്നം വന്നാൽ പിന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് റെഡി ആവില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെ വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കട്ട് ചെയ്യുമ്പോൾ നല്ല കത്രിക ഉപയോഗിച്ച്, നല്ല മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യാണ്. ആദ്യം ബോട്ടം റൗണ്ട് കട്ട് ചെയ്തു, പിന്നെ വേസ്റ്റ് കട്ട് ചെയ്തു, ഷേപ്പ് കഴിഞ്ഞാൽ ചെസ്റ്റ് കഴിഞ്ഞാൽ കൈക്കുഴി, അങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഈ കൈക്കുഴി കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇനി കട്ട് ചെയ്യുക കഴുത്താണ്. കഴുത്ത് കറക്റ്റായിട്ട് ആദ്യം ബാക്ക് കഴുത്താണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് കഴുത്ത് കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്ക് പീസ് ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് വേണം ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ആം ഹോളും ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ഭാഗത്ത് ഇത്തിരി ഷേപ്പ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കട്ടിങ് കഴിഞ്ഞു. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കട്ടിങ് കേട്ടോ. പിന്നെ ഓരോ ഡ്രസ്സിനനുസരിച്ച് വ്യത്യാസം വരും. യോക്ക് ഭാഗം ഉണ്ടെങ്കിൽ അത് വേറെ കട്ട് ചെയ്യും. ഇത് നോർമൽ ഗൗണാണ്. നൈറ്റി ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴുത്തും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വേറൊരു പീസിൽ കട്ട് ചെയ്യാനുണ്ട്, സ്ലീവും കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കാം കറക്റ്റാണോ എന്ന്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ.
അടുത്തത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യലാണ്. സ്ലീവ് ഇതുപോലെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഫോൾഡ് ചെയ്തിട്ടു. ഇനി നമുക്ക് 1.5 ഇഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ കൂടുതൽ എടുക്കണം. 1/2 ഇഞ്ച് മേലെ തയ്ക്കാനും താഴെ 1/2 മടക്കി തയ്ക്കാൻ. വണ്ണത്തിൻ്റെ കൂടെ വണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 2-2.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയവർക്ക് വേണ്ടിയിട്ട്, വലിയവർക്ക് 3.5 4 ഒക്കെ എടുക്കാം. ഇനി ഇങ്ങനെ സെൻറ്റർ വരച്ചു 1/2 ഇഞ്ച് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സ്ലീവ് വരയ്ക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഷേപ്പാക്കി വരച്ചു. ഇനി താഴെ ബോട്ടം വിഡ്ത്തിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച് 1.5 ഇഞ്ചെല്ലാം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴെ ഡിസൈനെല്ലാം ഉണ്ടെങ്കിൽ തയ്യൽ തുമ്പ് കുറയും. ഇത് പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ കട്ട് ചെയ്തു കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ അറിയാനായിട്ടൊരു കട്ട് മാർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ തന്നെയാണ് എല്ലാം. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നുകയാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. 2-3 ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ റഫായിട്ട് കട്ട് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സ്ലീവിനും നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പാക്കി കട്ട് ചെയ്യാനുണ്ട്, ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം തെറ്റാതെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. അടുത്തത് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്തെല്ലാം കറക്റ്റായി എടുത്ത് ഇങ്ങനെ വെക്കണം. ഇത് നമുക്ക് കഴുത്തിന് വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ. ഇതും കൂടെ ഇതിൽ വെച്ച് നമുക്ക് കറക്റ്റായി മടക്കി എടുത്ത് വെക്കാം. എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ നല്ല രീതിയിൽ മടക്കി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ഓക്കേ.